ഈശ്വരപ്രസാദ്, ഒരു സർക്കാരിൻ്റെ പരിപാടിയാണ്, റെയിൽവേയുടെ പരിപാടിയാണ്, അവിടെയാണ് ഗണഗീത ആലാപനം നടന്നിരിക്കുന്നത്. അത് വീഡിയോ ദക്ഷിണ റെയിൽവേ തന്നെ പോസ്റ്റ് ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. കുട്ടികൾ അവരുടെ സ്കൂളുകളിലെ പാട്ട് പാടുന്നു എന്ന് പറഞ്ഞിട്ടാണ് RSSന്റെ ഗണഗീതം ദക്ഷിണ റെയിൽവേ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ശരിക്കും ഉചിതമാണോ എന്നുള്ള ചോദ്യമാണ് വരുന്നത്. എന്താണ് അതിൽ അനുചിതം എന്ന് വ്യക്തമാക്കേണ്ടത്? കാരണം അതിൽ അനുചിതവും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. കാരണം ആ ഗീതത്തിൻ്റെ വരികൾ, ആ വരികളുടെ അർത്ഥം, ആ അർത്ഥത്തിലൂടെ പോയാൽ ഒരു അനുചിതമായ വാക്കുകളോ അർത്ഥമോ ആ ഗീതം പറയുന്നില്ല. മറ്റൊന്ന്, ഔദ്യോഗിക ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് ട്രെയിനിൽ ആ വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്ന സമയത്ത് ആദ്യം ആ കുട്ടികൾ വന്ദേ മാതരം പാടി. ആ വന്ദേ മാതരം പാടി കഴിഞ്ഞ സമയത്ത് ഏതൊരു ചാനലുകാർ ചോദിച്ചു, മലയാളം ഗീതം പാടാമോ എന്ന് ചോദിച്ചു. ആ സമയത്ത് ആ കുട്ടികൾ ഈ പാട്ട് പാടി. അതിലെന്താണ് തെറ്റ്? അതിലെന്താണ് അനുചിതം? ഇത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് ഇതിനെ എതിർക്കുന്ന ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പരിഹാസം, ഏറ്റവും തമാശ തോന്നുന്ന ഒരു കാര്യം. നമ്മൾ ഈ ഗാനങ്ങളുടെ വരികളുടെ അർത്ഥം നോക്കിയല്ലോ നമ്മൾ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. RSSന്റെ ഗാനം പാടി എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെയാണെങ്കിൽ മറ്റേതെങ്കിലും വിപ്ലവ ഗാനമോ CPMന്റെ ഏതെങ്കിലും ഗാനമോ ഒക്കെ പാടിയാൽ നിങ്ങൾ വെറുതെ ഇരിക്കുമോ? CPMന്റെ നോക്കുവോ, ആ കുട്ടികൾ പാടുന്ന ഗീതം അത് CPMന്റെ ഗാനമാണോ RSSന്റെ ഗാനമാണോ എന്നുള്ളതിലല്ല അവിടെ പ്രസക്തി. അതിൻ്റെ വരികളിലേക്ക് നോക്കൂ, അതല്ലേ നോക്കേണ്ടത്. ഒരു സംഘടന, ഏതെങ്കിലും ഒരു സംഘടന, പേര് ഈ ലോകത്തെ ഏത് സംഘടന ആയിക്കോട്ടെ, ആ സംഘടന നല്ല ആശയം, ഒരു ദേശീയ കാഴ്ചപ്പാട് വയ്ക്കുന്ന ഒരു ഗീതം അത് അവതരിപ്പിച്ചാൽ അത് നല്ലതാണെങ്കിൽ സ്വീകരിക്കുന്നതിൽ എന്താണ് തെറ്റ്? നമുക്കറിയാം, സാറേ ജഹാംസെ അതിന് നിങ്ങൾക്ക് പാർട്ടി ഭേദമൊന്നുമില്ല. പാർട്ടി ഏതെങ്കിലും പാർട്ടിയുടെ, ഇപ്പോൾ കോൺഗ്രസിന്റെയോ ഇടതുപക്ഷ സംഘടനകളുടെയോ ഒക്കെ പാട്ട് ആണെങ്കിലും അർത്ഥം ശരിയാണെങ്കിൽ, വരികളുടെ അർത്ഥം ശരിയാണെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളതാണ് നിലപാട് AVP-യുടെ, അല്ലേ? വരികൾ ദേശീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഗീതങ്ങളാണെങ്കിൽ അതിൽ ഒരു തെറ്റുമില്ല. ഞാനതാണ് പറഞ്ഞു വന്നത്. സാറേ ജഹാംസെ അച്ഛ എന്ന ഗീതം, ആ ഗീതം എഴുതിയത് ആരാണ്? അത് 1904 എഴുതിയ ഗീതമാണ്. ആ ഗീതം എഴുതിയ ആള് അദ്ദേഹം പാകിസ്ഥാൻ പാർട്ടീഷൻ്റെ ഇത് വന്ന സമയത്ത് അദ്ദേഹം അങ്ങോട്ട് പോയി, പാകിസ്ഥാനിലേക്ക് പോയി. പക്ഷെ ആ ഗീതം നമ്മൾ അംഗീകരിക്കാതിരുന്നിട്ടുണ്ടോ? അതിൻ്റെ അർത്ഥം അത്ര ദേശീയ കാഴ്ചപ്പാടുകൂടി ഉയർത്തിപ്പിടിക്കുന്ന അർത്ഥമുള്ള വരികളായതുകൊണ്ട് നമ്മൾ അതിനെ ഉയർത്തിപ്പിടിക്കുന്നു.